ഹായ്, ഇത് നിങ്ങളുടെ സ്വന്തം മൂവീഷ്വലായത്. വെൽക്കം ബാക്ക് ടു യു ഡ്രീംസ്. ഗായ്സ്, നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ രണ്ട് സീരീസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ ഒരു സീരീസാണ് ലൈഫ് ഇൻ യു കെ, രണ്ടാമത്തെ സീരീസാണ് അഫോർഡബിൾ യൂണിവേഴ്സിറ്റീസ് ഇൻ യു കെ. അപ്പോൾ നമ്മുടെ അഫോർഡബിൾ യൂണിവേഴ്സിറ്റീസും ലൈഫ് ഇൻ യു കെയും രണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ നല്ല സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ഇങ്ങനെ നിങ്ങളുടെ ആവശ്യപ്രകാരം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താനായിട്ട്. അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ മുന്നിലോട്ട് കൊണ്ടുവരും. മാത്രമല്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് രണ്ട് സന്തോഷ വാർത്തകളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മളെ വേൾഡിൽ തന്നെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു UK ബേസ്ഡ് കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട്. അതൊരു നല്ലൊരു സന്തോഷ വാർത്തയാണ് ഗായ്സ്. പിന്നെ എനിക്ക് നിങ്ങളുടെ മുന്നിലോട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ UK ഇല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് ഇല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻറ്റ് വിസയിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും വിസയിലോ പോകാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇംപ്രസ്ഡ് ആവും. കാരണം അത്രയധികം വെറൈറ്റി വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിട്ടുള്ള പല വീഡിയോസ് നിങ്ങൾക്കായിട്ട് ലഭിക്കും. ഇപ്പോൾ UK പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിൽ പോലുള്ള കുട്ടികൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ബേസ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവിടെ അഫോർഡബിൾ യൂണിവേഴ്സിറ്റീസ് ഇല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റീസിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ കോഴ്സസിനെ കുറിച്ച്, ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാ രാജ്യത്തിലേക്കും അവൈലബിളും ആണ്. EU ഡ്രീംസ് ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഒരു ഫേസ്ബുക്ക് പേജ് നമ്മൾ താഴത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം EU ഡ്രീംസിൽ നിങ്ങൾ ഒരിക്കൽ എൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പേജ് ഡെഫിനറ്റ്ലി ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾ ലോകത്ത് ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് നമ്മളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒരു വേദിയാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു സെക്ഷൻ കൂടി നമ്മളുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സ്പോൺസർ ചെയ്യുകയാണ്. ഇൻസ്റ്റ ലൈവ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ നമ്മൾ ഇൻസ്റ്റയിൽ ലൈവിൽ കൊണ്ടുവരുന്നു. അതിനോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സ് ആ കുട്ടികളോട് ചോദിക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത്, ഇൻസ്റ്റ ലൈവ്. അപ്പോൾ ഈ ലൈവിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളും യു ഡ്രീംസിൻ്റെ ഗ്രൂപ്പുകളിലും അതേപോലെ യു ഡ്രീംസിൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും എല്ലാം പ്രത്യക്ഷപ്പെടും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഇന്ന് നമ്മൾ ലൈഫ് ഇൻ UK യുടെ മറ്റൊരു പാർട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ഇൻ UK കൂടുതൽ കുട്ടികൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റി, ARU. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ സ്വന്തം സുഹൃത്ത് ആഷിദ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഒരു വീഡിയോ ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ആഷിദ് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ വീഡിയോ ചെയ്തത്. എല്ലാ കുട്ടികളും ഇതേപോലെ നമുക്ക് വീഡിയോസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇത് മറ്റുള്ള കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. നമുക്ക് എല്ലാവർക്കും അറിയാം, UK പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നതിൻ്റെ നല്ല തിരക്കായിരിക്കും. എന്നാലും കിട്ടുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റിൻ്റെ വീഡിയോ നമുക്ക് ചെയ്ത് തരുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം, നിങ്ങൾക്കല്ല മറ്റുള്ള കുട്ടികൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആവും. ഹായ് ഗൈസ്, ഐ എം ആഷിദ്. ഞാനൊരു മലയാളിയാണ്. എൻ്റെ വീട് പാലക്കാട്. ഞാൻ UK വന്നത് ഈ ലാസ്റ്റ് ജാനുവരി 2020. ഞാൻ പഠിക്കുന്നത് വന്നിട്ട് ആംഗ്ലോ റസ്കിൻ യൂണിവേഴ്സിറ്റി ചെംസ്ഫോർഡിനെ പറ്റി കുറച്ച് നിറയെ അഡ്വാൻറ്റേജ് ഉണ്ട്, പിന്നെ അതേപോലെ കുറച്ച് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഇപ്പോൾ കറണ്ടായിട്ട് ഞാൻ നിൽക്കണത് വന്നിട്ട് പോപ്പുലർ ലണ്ടൻ, സംഭവം ലണ്ടൻ സിറ്റി അടുത്താണ്. ഇപ്പോൾ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ്, ലണ്ടൻ ഐയൊക്കെ ഭയങ്കര ക്ലോസ് ആണ്. ഇവിടുന്ന് 1-2 മൈൽസ് ഒക്കെ തന്നെ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫേസ്റ്റ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയെ പറ്റി പറയാം. യൂണിവേഴ്സിറ്റി കുഴപ്പമൊന്നുമില്ല. ഞാൻ പഠിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. കുറച്ച് മലയാളി ഷോപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മാത്ത
എന്നൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി അത്യാവശ്യമുണ്ട്. ചെംസ്ഫോർഡിൽ നിൽക്കുന്ന സ്ഥിതിക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എനിക്ക് പോയത് ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ അവിടെ വർക്ക് കിട്ടി. അത് മലയാളം ഷോപ്പ് തന്നെയാണ്, ഗ്രോസറി ഷോപ്പ്. സോ അവിടെ ഞാനൊരു 5 months വർക്ക് ചെയ്തു. പെർ അവർ 6 pounds. അപ്പോൾ നമുക്ക് നല്ല വർക്കൊക്കെ കിട്ടും. കോവിഡ് ടൈമിൽ മുമ്പാണ് ഞാനിത് പറയണത്. അപ്പോൾ അത്യാവശ്യം മന്ത്ലി ഒരു 1,200 pounds ഞാൻ ഉണ്ടാക്കും. പാർട്ട് ടൈം ഓവർ ടൈം ആയിട്ടും നമുക്ക് അത്യാവശ്യം സമയം ഉണ്ടാവും. പിന്നെ ക്ലാസ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മളവിടുത്തെ പോലെ നിർബന്ധിച്ച് പഠിപ്പിക്കുകയൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നന്നായിരുന്നു പഠിക്കാം. പിന്നെ ഓരോരുത്തർ പല ടൈപ്പായിട്ടുള്ള കോഴ്സൊക്കെ തന്നെ എടുക്കുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണേ. എനിക്കെല്ലാം കറക്റ്റായി പറയണമെന്നില്ല. എൻ്റെ ഓൺ എക്സ്പീരിയൻസിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ചെംസ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ ഒരു 1-2-3 minutes നടന്നു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തും. അവിടെ നിന്ന് നമുക്ക് ലണ്ടൻ സിറ്റിക്ക് പോകണം ജസ്റ്റ് ഒരു 35 minutes അവിടെ ട്രെയിൻ ട്രാവലേ ഉള്ളൂ. പിന്നെ ആംഗുലർ റസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര അടിപൊളി യൂണിവേഴ്സിറ്റി പറയാനൊന്നുമില്ല. എന്നാലും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുത്തെ വൈബ്സൊക്കെ കാണുമ്പോൾ നന്നായിരിക്കും. എനിക്കിങ്ങനെ കുറ്റം പറയാനൊന്നും ഇല്ല. ആംഗുലർ റസ്കിൻ കുഴപ്പമൊന്നുമില്ല. അവിടെ അത്യാവശ്യം സർവീസൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ അവർ ചെയ്യും. നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും സാർ ആണെങ്കിലും അത്യാവശ്യം ഹെൽപ്പ് ചെയ്യും, മനസ്സിലാക്കും. പിന്നെ കുറച്ച് ഇന്ത്യൻസ് ഒന്നും അവിടെ കുറച്ച് കുറവാണ്, എന്നാലുണ്ട്. നമുക്ക് വേറെ ഇന്റർനാഷണൽ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം, അതിനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആംഗുലർ റസ്കിനെ പറ്റി എനിക്ക് അത്ര ഒന്നും പറയാനൊന്നുമില്ല. വരുന്നവർക്ക് ആംഗുലർ റസ്കിൻ ചൂസ് ചെയ്യാം, ഞാൻ വേണ്ട പറയുന്നില്ല. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. അത്രേ എനിക്ക് ആംഗുലർ റസ്കിനെ കുറിച്ച് പറയാനുള്ളൂ. അധികം എനിക്കിപ്പോൾ വീക്ക്ലി ക്ലാസ് ഇപ്പോൾ കോവിഡ് ടൈം ആയതുകൊണ്ട് വീക്ക്ലി വൺസ് മാത്രമേ ഉള്ളൂ. യൂഷ്വലി ഉണ്ടാകുന്നത് ട്വൈസ് ഇല്ലെങ്കിൽ ത്രൈസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരിക്കേണ്ട, ക്ലാസ്സിന് പോകേണ്ട ആവശ്യം, യൂണിവേഴ്സിറ്റി പോകേണ്ട ആവശ്യമേ നമുക്ക് വരില്ല. അധികം നമ്മൾ ഫ്രീ ആയിരിക്കും, ഇല്ലെങ്കിൽ ഫുൾ പേപ്പർ വർക്ക്സ് ആയിരിക്കും. അതൊക്കെ തന്നെ നമ്മൾ സ്റ്റഡീസിനെ കുറിച്ച്. ഇപ്പോൾ പാർട്ട് ടൈം ചെംസ്ഫോർഡിൽ ഇത്തിരി അവൈലബിൾ ആണ്, എല്ലാവിടെയും കിട്ടും. എനിക്ക് പോയതും കിട്ടി, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കിട്ടി. ഞാൻ ഒരു 5 months വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി ഞാൻ അങ്ങോട്ട് മാറിയതാണ്. അപ്പോഴാണ് ഈ കൊറോണ ടൈം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയതും ഈ കോവിഡ് ലോക്ക്ഡൗണും വന്നതും എനിക്ക് ഇപ്പോൾ വർക്കൊന്നും ഇല്ല. സോ ഞാൻ ഈ വീഡിയോ വർക്കിനെ പറ്റി എന്താണെന്ന് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കറണ്ടായിട്ട് SIA അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതൊരു എക്സാമാണ്, സെക്യൂരിറ്റി ഇൻഡസ്ട്രി അതോറിറ്റി. സോ നമ്മൾ ഡോർ ടു ഡോർ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ CCTV സൂപ്പർവൈസറായി വർക്ക് ചെയ്യാം. പിന്നെ നിറയെ കാറ്റഗറി ഉണ്ട്. സോ അതിന് 4 എക്സാം ഉണ്ട് അറ്റ് എ ടൈം തന്നെ. അതിന് ഫസ്റ്റ് അവരൊരു ക്ലാസ് എടുക്കും, ഒരു 4-5 days എടുക്കും. പിന്നെ അത് കഴിഞ്ഞതും ഒരു ദിവസം എക്സാം ഉണ്ടാവും. അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസിന് കിട്ടും 3 years. നമുക്ക് അയർലൻഡ് വരെ ആണെങ്കിലും നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യാം. പെർ അവർ മിനിമം നമുക്ക് 10-11 ഇല്ലെങ്കിൽ ഡിപ്പെൻസ് 15 pounds കിട്ടും, ചിലവർക്ക് 20 pounds കിട്ടും. അത് ഒരു എക്സ്പീരിയൻസ് പോലെ ഉണ്ടാവും. മിനിമം 10 pounds പെർ അവർ കിട്ടും. സോ നമുക്ക് അത്ര സ്ട്രെസ്സും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് സെക്യൂരിറ്റിക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയോ അതൊക്കെ നമ്മൾ ചെയ്യണം. എക്സാം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. ലെവൽ 1 or 2 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബുക്ക് കാര്യമുണ്ട്, ക്ലാസ്സൊക്കെ എടുക്കും. പിന്നെ ഫിസിക്കലായിട്ട് സെൽഫ് ഡിഫെൻസിനെ പറ്റിയൊക്കെ പറയും. അപ്പോൾ അതൊക്കെ പഠിക്കുക. അപ്പോൾ സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ പഠിച്ച് ഒരു ലൈസൻസ് ആയി കഴിഞ്ഞ് ഡോർ സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസ നിറയെ കിട്ടും. ഫോർ എക്സാമ്പിൾ നമുക്ക് പബ്സ് ക്ലബ്സിലൊക്കെ നൈറ്റ് പരിപാടികൾക്കൊക്കെ നമുക്ക് സെക്യൂരിറ്റികൾ ആവശ്യമാണ്. സോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ നൈറ്റൊക്കെ നമുക്ക് 150 ഉള്ളിലുള്ള പൈസയൊക്കെ കിട്ടും. മിനിമം ഒരു 100 pounds കിട്ടും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യണത് അതാണ്. സോ താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാം. പിന്നെ യൂഷ്വലി ഗ്രോസറി ഷോപ്പ്, കെയർ ഹോം, പിന്നെ അധികം പെൺപിള്ളേരൊക്കെ കെയർ ഹോമിലേക്കാണ് വർക്ക് ചെയ്യുക. കുഴപ്പമൊന്നുമില്ല, ഇവിടുത്തെ കെയർ ഹോം വലിയ സ്ട്രെസ്സൊന്നും തരില്ല. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട്. കെയർ ഹോമിൽ ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എവിടെ ഏതെന്ന് കറക്റ്റ് അറിയില്ല. സോ ഇതൊക്കെ തന്നെ. പിന്നെ എൻ്റെ മന്ത്ലി എക്സ്പെൻസസ്, അത് എൻ്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എക്സ്പെൻസാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഞാൻ വർക്കൗട്ട് ചെയ്യണ ആളാണ്, ജിമ്മിക്കൊക്കെ പോകുന്ന ആളാണ് ഡെയിലി. അത് മാൻഡറ്ററി ആണ്. അപ്പോൾ അതിനായിട്ട് എനിക്ക് കുറച്ച് എക്സ്പെൻസസ് ഒക്കെ വരും. സോ
ചിലർ ഭയങ്കര എവിടെയും പോവാതെ നല്ല പൈസ സേവ് ചെയ്ത് നിൽക്കണവർക്കാണെങ്കിൽ മന്ത്ലി അപ്രോക്സിമേറ്റ്ലി 70 പൗണ്ട്സ് 80 പൗണ്ട്സ് ഇല്ലെങ്കിൽ അതിനും കുറച്ച് താഴെ ആയിട്ട് തന്നെ എക്സ്പെൻസ് വരുള്ളൂ. എനിക്ക് കറക്റ്റ് 85 പൗണ്ട്സ് വരും മന്ത്ലി എക്സ്പെൻസസ്. അപ്പം ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ ചിക്കൻ, ബീഫ്, പിന്നെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം കിട്ടും. അത് ഞാൻ ഡെയിലി വാങ്ങും. അപ്പോൾ എൻ്റെ വർക്കൗട്ട് ചെയ്യണതുകൊണ്ട് എനിക്ക് അതൊക്കെ എസെൻഷ്യലാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പെൻസസ്. പിന്നെ റെൻറ്റ്, നമുക്ക് ചെംസ്ഫോർഡത്തെ റെൻറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെംസ്ഫോർഡിൽ റെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 250 പൗണ്ട്സ് മിനിമം. അത് ഇത്തിരി റയറാണ്, കിട്ടാൻ ചാൻസും ഉണ്ട്. പിന്നെ മിനിമം കിട്ടണത് വന്നിട്ട് 300 to 350 ആ റേഞ്ചിൽ കിട്ടും. പിന്നെ അതിനേക്കാളും കൂടുതലും ഉണ്ട്. ഇപ്പോൾ നമ്മളെപ്പോലെ ആളുകൾ കുറച്ച് കുറഞ്ഞ റെൻറ്റിൽ ഇരിക്കണം ഉള്ളവരാണെങ്കിൽ വീടുകളുണ്ട്. അപ്രോക്സിമേറ്റ്ലി 300 എന്തായാലും വരും. അതായിരിക്കും ഒരു റെൻറ്റ്. ഇപ്പം ഞാൻ നിൽക്കണ ഇവിടെ റെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1063 പെർ മന്ത് പൗണ്ട്സ്. അതാണ് ഞാൻ കൊടുക്കാൻ റെൻറ്റ്. ഞാൻ ഇപ്പോൾ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അതിൽ 2 റൂമുണ്ട്. ഒരു ഫ്ലാറ്റ് റൂമിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഷെയർ ചെയ്യാണ്. പിന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ബാത്റൂം കാര്യമെല്ലാം ഉണ്ട്. പിന്നെ ഇന്നൊരു റൂമിൽ ഇന്നൊരു ഫ്രണ്ടാണ്, അത് ഗ്രീസത്തെ ഒരു പെൺകൊച്ചാണ്. ഇപ്പം എൻ്റെ ഫ്ലാറ്റ് എങ്ങനെയാണ് കാണിച്ചിട്ട്. അപ്പം ഞാൻ നിൽക്കുന്നത് ബാൽക്കണിയാണ്. സോ ഇതെൻ്റെ കിച്ചൺ, ലിവിങ് ഹാൾ, TV, പ്ലേ സ്റ്റേഷൻ, എക്സ്ട്രാ എക്സ്പെൻസസ്. ഇത് ബാൽക്കണി. പിന്നെ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് UK വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ എടുക്കണം. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയതാണ്, കുറച്ച് സാധനങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ എസെൻഷ്യലായിട്ട് എന്തൊക്കെ എടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് കിച്ചൺ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പ്രഷർ കുക്കർ, പിന്നെ ഒരു പാൻ, പിന്നെ 2-3 കപ്പ്. ആ 3 മാത്രം മതി. അതാണ് അത്യാവശ്യമുള്ളത്. ഇപ്പം ഇവിടെ പ്രഷർ കുക്കർ അതൊക്കെ കിട്ടും, പക്ഷേ ഇത്തിരി റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിലെ ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ കൊണ്ടുവന്നത്. പിന്നെ മെഡിസിൻസ് എടുക്കുക. മെഡിസിൻസ് ഇവിടെയൊക്കെ ഇത്തിരി എക്സ്പെൻസാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് മെഡിസിൻസ് വാങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ജനറലായിട്ട് എല്ലാവർക്കും അറിയണതാണ്. പിന്നെ ബാത്റൂം ഐറ്റംസ് എടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മുടെ അവിടത്തെക്കാളും ഭയങ്കര ചീപ്പായിട്ട് നിറയെ സാധനങ്ങൾ ഇവിടെ കിട്ടും. സോ അതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ മേസ്റ്റായിട്ട് ലിപ് ബാം ഉണ്ടെങ്കിൽ എടുക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയിലോട്ട് ഇവിടേക്ക് വരുമ്പോൾ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഫസ്റ്റ് വരുന്നവർക്ക് ഭയങ്കര ലിപ് ഡ്രൈ ആവും. ഫസ്റ്റ് മന്ത് ഇല്ലെങ്കിൽ സെക്കൻഡ് മന്ത് ടൈം വരെയെങ്കിലും ലിപ്പ് ഭയങ്കര ഡ്രൈ ഉണ്ടാവും. സോ ലിപ് ബാം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും, ഇറിറ്റേറ്റ് ആവില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു നോർമൽ ജാക്കറ്റ് ഉണ്ടെങ്കിൽ എടുക്കുക. ഇപ്പോൾ ഇപ്പം വന്നിട്ട് സമ്മർ ടൈമാണ്. സമ്മർ ടൈം കഴിയാറായി. ഇൻ കേസ് നിങ്ങൾ സെപ്റ്റംബറിൽ പറഞ്ഞവർക്ക് അത്ര തണുപ്പുണ്ടാവില്ല, ഒരു ചെറിയ ജാക്കറ്റ് എടുത്താൽ മതി. ഇപ്പോൾ ജാനുവരിയിലൊക്കെ വരുന്നവരാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ലെതേഴ്സ് ഇല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള ജാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വന്നതും തണുപ്പിൽ സർവൈവ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ കിട്ടുകയൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാം. പക്ഷെ അത് മസ്റ്റാണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നിന്നാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. എല്ലാവരെയും കിട്ടും. പിന്നെ നാട്ടിലത്തെ ഫുഡ് കഴിക്കണ ആളുകളാണെങ്കിൽ ഇവിടെ ഫുഡൊന്നും നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. പിന്നെ കുറേ ഇന്ത്യൻ ഷോപ്സൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ആം പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിറയെ ഇന്ത്യൻസ് ഉണ്ട്. ഇങ്ങനെ മൊറീഷ്യൻസ്, പാകിസ്ഥാനീസ്, ബംഗ്ലാദേശ്, അവർ നിറയെ ആളുകളുണ്ട്. അപ്പോൾ നിറയെ ഇന്ത്യൻ ഷോപ്സ് ഉണ്ട്. സർവണ ഭവൻ, പിന്നെ കുറേ ഷോപ്സ് ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ഷോപ്സും ഉണ്ട് അവിടെ ഉണ്ട്. അവിടെ പോയി നമുക്ക് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ നിൽക്കണ അവിടെ അതൊന്നുമില്ല. ഓൾമോസ്റ്റ് കുറച്ച് ബ്രിട്ടീഷ് ഏരിയ പോലെയാണ്. പിന്നെ കുറച്ച് മുസ്ലിംസ് ഏരിയ ആണ്. നല്ല സ്ഥലമാണ്. എനിക്കിവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെംസ്ഫോർഡിനേക്കാളും ഇവിടെ നിൽക്കാൻ എനിക്കിഷ്ടമാണ്. ചെംസ്ഫോർഡ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം. കുറച്ച് പീസ്ഫുള്ളായ സ്ഥലമാണ്. അങ്ങനെ എൻ്റർടൈൻമെൻ്റ് ഒന്നും അത്ര ഉണ്ടാവില്ല. സോ ചെംസ്ഫോർഡിൽ ഒരേ ഒരു പ്ലേസ് ഉണ്ട്, ഹൈ സ്ട്രീറ്റ് പറഞ്ഞ ഒരു പ്ലേസ് ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. എല്ലാം അവൈലബിൾ ആണ്. ക്ലബ്സ്, പബ്സ് എല്ലാം ഓണാണ് അവിടെ. പക്ഷേ ഇവിടത്തെ ലണ്ടൻ സിറ്റീൻ്റെ അത്ര ഓണമായിരിക്കില്ല. സോ ഞാൻ എന്തുകൊണ്ട് മാറി വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വെക്കേഷനാണ്. പിന്നെ കോവിഡ് ടൈം ഫ്രീ ആണ്. സോ ഇവിടെ കുറച്ച് നേരം നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും ഇവിടെ ഫ്ലാറ്റിലോട്ട് മാറിയതോട്ട് റെൻറ്റ് കൂടുതലാണ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഡിസംബർ ടൈമിൽ ഞങ്ങൾ തിരിച്ച് ചെംസ്ഫോർഡോ ഇല്ലെങ്കിൽ നല്ല റെൻറ്റ് കുറഞ്ഞ ഭാഗത്തോട്ട് ഞങ്ങൾ മാറും. കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്.